കല്ലാർപ്പാടം കണ്ടെയ്നർ ടെർമിനലിൽ കണ്ടെയ്നറുകളുടെ നീക്കം പുനരാരംഭിച്ചു. യൂണിയൻ പ്രതിനിധികളും DP വേൾഡ് അധികൃതരുമായി നടത്തിയ ചർച്ചയിലാണ് പ്രശ്നത്തിന് താൽക്കാലിക പരിഹാരമായത്. ഇതിനിടെ കൊച്ചി തുറമുഖം സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് തോപ്പുംപടിയിൽ ബഹുജന കൺവെൻഷൻ ഇപ്പോൾ നടക്കുകയാണ്. പ്രത്യേക സാമ്പത്തിക മേഖലാ കമ്മീഷണർ നൽകുന്ന ഫോറത്തിൽ കസ്റ്റംസ് ഉദ്യോഗസ്ഥർ ഒപ്പുവെച്ച് നൽകുന്ന രേഖ ഉപയോഗിച്ച് കണ്ടെയ്നർ ലോറികൾ അകത്ത് കടക്കാമെന്ന ധാരണയിൽ നിന്ന് കസ്റ്റംസ് പിന്മാറിയതോടെയാണ് കണ്ടെയ്നർ നീക്കം നിലച്ചത്. ഇതേ തുടർന്ന് ഇന്നലെ ഉച്ചവരെ 400ഓളം കണ്ടെയ്നറുകൾ ക്ലിയറിംഗിനായി കാത്തുകിടക്കുകയായിരുന്നു. ടെർമിനലിന് അകത്തും പുറത്തും കണ്ടെയ്നറുകൾ കുടുങ്ങി. ജീവനക്കാർക്ക് ഭക്ഷണവും വെള്ളവും കിട്ടാതെ വലഞ്ഞതോടെ നേരിയ തോതിൽ സംഘർഷാവസ്ഥയുമുണ്ടായി. ഇതേ തുടർന്ന് ഇന്നലെ വിവിധ യൂണിയൻ പ്രതിനിധികൾ അധികൃതരുമായി നടത്തിയ ചർച്ചയിലാണ് പ്രശ്നത്തിന് പരിഹാരമായത്. പ്രശ്നം പരിഹരിച്ചതോടെ ഇന്നലെ ഉച്ചയോടെ കണ്ടെയ്നറുകൾ നീങ്ങിത്തുടങ്ങി. അതേസമയം കൊച്ചി തുറമുഖം സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് ഇന്ന് തോപ്പുംപടിയിൽ ബഹുജന കൺവെൻഷൻ നടത്താൻ തൊഴിലാളി യൂണിയനുകൾ തീരുമാനിച്ചിട്ടുണ്ട്. തുറമുഖത്തെയും തുറമുഖ തൊഴിലാളികളെയും സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് നാളെ മുതൽ അനിശ്ചിതകാല സമരം തുടങ്ങാനും യൂണിയനുകൾ ആലോചിക്കുന്നുണ്ട്. ഇക്കാര്യത്തിൽ ഇന്ന് ബഹുജന കൺവെൻഷന് ശേഷം യോഗം ചേർന്ന് യൂണിയനുകൾ അന്തിമ തീരുമാനമെടുക്കും.